ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്ന വീഡിയോ എന്താ വെച്ചാൽ ഞാൻ ഇക്കും കൂടി തിരുപ്പൂർ, മൈസൂർ, ഊട്ടി അങ്ങനെ ഒരു ഒറ്റ ട്രിപ്പ് മേലെ ഒറ്റ പോക്ക് മേലെ തന്നെ എല്ലായിടത്തും ഒന്ന് പോയി പോരാൻ്റെ പോക്ക് പോവാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ രാവിലെ ചായക്ക് പുട്ടും കടലല്ല പുട്ടും വൻപയറൊക്കെ ഉണ്ടാക്കി പോവാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ആ തിരക്കിൽ അതൊക്കെ മറന്നു. അപ്പോൾ ഞങ്ങൾ ബാഗിൽ ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ ആക്കി മൈസൂർ, ഊട്ടി, തിരുപ്പൂർ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ അപ്പോൾ ഞങ്ങൾ അയൺ ചെയ്ത് എല്ലാ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് പാക്കാക്കിയതിന് ശേഷം പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. വാതിലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പോയി അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് അന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി റൂം എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ റൂമൊക്കെ എടുത്ത് പിന്നെ 2 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ മൈസൂർ ഒരു ദിവസം സ്റ്റേ ചെയ്തു, ഊട്ടിയിലൊരു ദിവസം സ്റ്റേ ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ മൈസൂരിലേക്കാണ് പോണത്. അപ്പം മൈസൂരിൽ എത്തിയതിൻ്റെ ശേഷമുള്ള കാഴ്ചകളൊക്കെയാണ്. പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും വലിയൊരു വീഡിയോ എടുക്കാനൊന്നും വെച്ചാൽ നേരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് പിന്നെ ഞാൻ അതിൻ്റെ അവിടെ പോയ ഒരു മൈസൂർ ഇതൊക്കെ ഉണ്ടല്ലോ കൊട്ടാരമൊക്കെ ഞാൻ ആദ്യം ഇതിൻ്റെ മുന്നേ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ സൂമിലൊക്കെ പോയതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സൂ ഒക്കെ ഒന്ന് കാണാൻ വിചാരിച്ച് അങ്ങനെ അവിടെ കയറിയത്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലായിട്ട് ഞങ്ങൾ പോണത് എങ്ങോട്ട് അറിയുമോ? മൈസൂരിക്കല്ല ഓട്ടോയിൽ പോണത്. അവിടെ ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്കൊരു വണ്ടി അവിടെ ഓർഡർ ചെയ്യുമല്ലോ. അപ്പോൾ ആ വണ്ടിയിലാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ഞങ്ങൾ ഓട്ടോയിൽ ആ സ്ഥലത്തേക്ക് പോകും. ഓട്ടോയിൽ പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ. ഇപ്പം ഒന്നും എനിക്കറിയില്ല, എനിക്കൊക്കെ അറിയുള്ളൂ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ കാറൊന്നും കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ പോയി. നമുക്ക് ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ യാത്ര. ഞാൻ നമുക്ക് ട്രെയിനിൽ പോയാൽ മതി, വണ്ടി എടുത്ത് പോകുമെന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിക്ക് കാത്തിട്ട് ഇതാ ഞങ്ങളിവിടെ മൈസൂർ കേട്ടോ. ഇപ്പോൾ നിൽക്കുന്നത് മൈസൂരാണ്. പിന്നെ മൈസൂർ നിൽക്കുകയാണ്. ഞാനുണ്ട്, ഇപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ. ഫാമിലിയൊന്നുമില്ല, ഞാൻ ഇക്കി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മൈസൂർ ഫുള്ള് ചുറ്റിക്കറങ്ങിയിട്ട് വേണം ഇവിടുന്ന് തന്നെ ഊട്ടിക്ക് പോകാൻ കേട്ടോ. അപ്പം ഇനി അവരുടെ ടിക്കറ്റൊക്കെ എടുത്ത് പൈസയൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്ത് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്, വണ്ടിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ തന്നെ മ്യൂസിയം കേട്ടോ. അപ്പോൾ ആ മ്യൂസിയത്തിൽ പോയി കയറി ഞങ്ങൾ മ്യൂസിയം പോയി കണ്ടു. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ പഴയ രാജാക്കന്മാരുടെ വാള്, അതുപോലെ അന്നത്തെ ഉപകരണങ്ങളും വാദ്യോപകരണങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വീഡിയോ അവൈലബിൾ അല്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാജാക്കന്മാർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഉപയോഗിച്ച ഓരോ ഉപകരണങ്ങൾ, വാളുകൾ, പിന്നെ അവരെ സംഗീതോപകരണങ്ങളുണ്ട്, ക്ലോക്ക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ആ മ്യൂസിയത്തിലുള്ളത് കേട്ടോ. പിന്നെ അന്നത്തെ മരത്തടികളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഫോട്ടോസ് കണ്ടില്ലേ, അതൊക്കെ വാളാണ്, അന്നത്തെ ആളുകൾ ഉപയോഗിച്ച വാളെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ ഓരോ പ്രതിമകളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഉള്ളിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോ എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞതേന്, ഞാൻ അറിയാതെ എടുത്തതാട്ടത്. ഇതാണ് രാജാവിൻ്റെ കോട്ടോ എന്താ അറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് വരുന്ന സൂം കാണാനാണ് കേട്ടോ. സൂമിലിറങ്ങിയിട്ട് ഞങ്ങൾ സൂവിൽ ഇറങ്ങിയതാണിത്. അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇവിടെ ഒരുപാട് നമുക്ക് ചുറ്റിക്കറങ്ങി കാണാനുണ്ട്. പക്ഷെ നമുക്ക് അടുത്തേക്ക് കാണുന്നില്ല ഇവരെയൊന്നും. പുലി, കടുവ, ആന ഒന്നും അടുത്തേക്ക് ഇങ്ങോട്ട് കാണുന്നില്ല. അവരൊക്കെ കുറേ അപ്പുറത്താട്ടോ നിൽക്കുന്നത്. അപ്പം ഇനി അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇവർ ഞങ്ങളെ കൂടെ അല്ലതേന് കേട്ടോ. കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ചെന്ന് കണ്ടതന്നെ മയിലിനെയാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് പിന്നെ ബേഡ്സുകളൊക്കെ കണ്ടത്. പിന്നെ കുരങ്ങന്മാരുണ്ട്, അതുപോലെ നമ്മളെ ഗോറില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ.
അത് ചുറ്റിക്കറങ്ങി കണ്ട് പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ വന്ന് കയറി. പിന്നെ അതുപോലെ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കൊട്ടാരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൊട്ടാരങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. കോട്ട ഒക്കെ അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇത് കുറേ ആയി, ഞാൻ നോമ്പിന് പോയതാണ്, ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഊട്ടിയിൽ, പിന്നെ അവിടെ അന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നെ ഊട്ടിക്ക് യാത്ര ചെയ്യുന്നത്. ഊട്ടിത്തതും കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. അടുത്ത ബൊട്ടാണിക് ഗാർഡനോ അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ പുലിയാണ് തോന്നുന്നുണ്ട്, പക്ഷെ ശരിക്കും കാണില്ല. അവിടെ ഇരിക്കണില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട അത്രയും വിട്ടുന്നാണ് നമുക്ക് വല കാണാൻ കഴിയുന്നത്. പുള്ളിപ്പുലി. പിന്നെ ഇത് കുറച്ച് കണ്ടോക്കട്ടെ നമുക്ക്. ഇത് പിന്നെ ഗോറിലേൻ്റെ സ്ഥലമാണ് കേട്ടോ. ഇതിൽ ഗോറിലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ, പക്ഷെ നമുക്ക് കാണാൻ കഴിയണില്ല, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടത്. അതാ ഇതുപോലത്തെ സാധനമാണ്, പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ കുറച്ച് മങ്കികളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷേ ഇവരെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ കഴിയാത്തൊരു സങ്കടം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം എനിക്ക് അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞില്ല, കുറച്ച് ദൂരം നിന്നിട്ടാണ് കാണുന്നത്. അതുപോലെ നമ്മൾ അടുത്തേക്ക് വരില്ല, കണ്ടോ ഒരു ഗോറില കിടക്കണുണ്ടോ. പിന്നെ ഞാനിതിൽ പോണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്ത്